റീഡിങ് നിങ്ങളുടെ വിവാഹം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുമായിട്ടാണോ നടക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടാണോ നിങ്ങളുടെ വിവാഹം നടക്കുന്നത്, അതോ അത് താൽക്കാലികമായ ഒരു ചാപ്റ്റർ മാത്രമാണോ, അതല്ലെങ്കിൽ അത് ദൈവം എഴുതി വെച്ച ഒരു വിവാഹബന്ധമാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. 9 ഓഫ് വൺസ്, 5 ഓഫ് കപ്സ്, 6 ഓഫ് വൺസ്, കിങ് ഓഫ് സോട്സ്, ടെമ്പറൻസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് വൺസ്, 10 ഓഫ് സോട്സ്. ഇത്രയുമാണ് കിട്ടിയേക്കുന്നത്. നമുക്കിവിടെ ആദ്യം 9 ഓഫ് വൺസിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൽ ഒരാൾ ഒന്നെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആയിരിക്കാം. ഇത് വളരെയധികം ഫൈറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിട്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആയ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മാത്രമായിരിക്കില്ല, ഇവിടെ ആ ഒരു വ്യക്തിയും വളരെയധികം ടയേർഡാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വേദനകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടും നിങ്ങൾ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇതൊരു കാഷ്വൽ ലവ് അല്ല, ഇവിടെ അറ്റാച്ച്മെൻറ്റ്, കാർമിക് ബോണ്ട് ഇത് സ്ട്രോങ് ആണെന്ന് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാരേജ് എനർജി ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു പരീക്ഷണങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ വിവാഹത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യക്തി 5 ഓഫ് കപ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. പാസ്റ്റിൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് ആ ഒരു വ്യക്തിക്കാണ് ആ ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു കുറ്റബോധം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ ഒരു ബന്ധം നഷ്ടമാക്കി എന്നുള്ളൊരു പെയിൻ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ ഇമോഷണൽ ഹീലിംഗ് ഇല്ലാതെ വിവാഹം നടക്കില്ല എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഹീലാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 6 ഓഫ് വൺസ് പറഞ്ഞു തരുന്നത്, ഒരു പക്ഷേ ഈ ഒരു ബന്ധം മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളായിരിക്കാം. ഇത് ഈ ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 6 ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്, വൈകിയാണെങ്കിലും മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധം അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിന് കുറച്ചൊരു ടൈം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മാത്രമേ മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ ബാലൻസ് റീസ്റ്റോർ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇമോഷണൽ മെച്യൂരിറ്റി വരണം എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ടൈം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് മാരേജ് ഡിവൈൻ ടൈമിങ്ങിൽ മാത്രമേ നടക്കുള്ളൂ എന്നും നമുക്കൊരു സൂചന ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഫെമിനിൻ എനർജി ഇവിടെ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ആളിൻ്റേതായ ഒരു കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇതൊക്കെ ബിൽഡ് ചെയ്ത ശേഷമേ ഒരു കമ്മിറ്റ്മെൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരുപാട് വേദനകൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് മാറി ചിന്തിക്കുന്ന ഒരു ഫീമെയിൽ എനർജി ഒന്ന് മാറി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യക്തി ഇപ്പോഴും അതായത് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയായിരിക്കാം, ആളിപ്പോഴും കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു 2 ഓഫ് വൺസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് അകന്നു നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എബ്രോഡ് ആയിരിക്കാം, പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്നൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള
ഒരു കാര്യം നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമേ അതായത് ഒരു താൽക്കാലികമായ ഒരു വേർപിരിയൽ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ ആ ഒരു താൽക്കാലികമായ ആ ഒരു വേർപിരിയൽ നടന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് അത് സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെ ആയിരുന്നുവെന്ന് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ ചില പാറ്റേൺ അത് കംപ്ലീറ്റ്ലി ഇവിടെ എൻഡ് ആകണമെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്തൊക്കെയോ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയും തമ്മിൽ നടക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ അതായത് ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു ബന്ധം അത് വിവാഹത്തിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതായത് ഒരു ഇമ്മീഡിയറ്റ് ഒരു മാരേജ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് നമുക്ക് നോയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർമിക് കണക്ഷൻ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു പെയിൻഫുൾ എൻഡിങ് കഴിഞ്ഞാൽ ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം അതായത് അത് ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഒരു റീയൂണിയൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ വിവാഹത്തിലോട്ട് എത്തുന്നതായിട്ട് കാണിക്കുന്നത്. ആദ്യം കുറച്ച് ടൈം നിങ്ങൾ പരസ്പരം വേർപിരിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നിങ്ങളിവിടെ ഹീലാകേണ്ട ഒരാവശ്യമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മെച്യൂർ ആകേണ്ട ആവശ്യമുണ്ടെന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അത് മാരേജിലോട്ട് പോകുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്